ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KSEBിയുടെ എനർജി ചാർജ് താരിഫിനെ പറ്റിയാണ്. ഓക്കെ, താരിഫ് എന്ന് പറഞ്ഞാൽ ഏത് റേറ്റിലാണ് നമ്മൾ ഉപയോഗിച്ച എനർജിയെ അവർ ചാർജ് ചെയ്യുന്നത്, അതായത് എത്ര യൂണിറ്റിന് എത്ര ചാർജ് എന്ന് തന്നെയാണ് നമ്മളെന്തോ താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന്, അതായത് നമ്മുടെ വീടുകളിലെ കണക്ഷന് രണ്ട് ടൈപ്പ് ഓഫ് താരിഫാണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടെലിസ്കോപ്പിക്കും നോൺ ടെലിസ്കോപ്പിക്കും. അപ്പോൾ എന്താണ് ഈ ടെലിസ്കോപ്പിക് താരിഫ് എന്നും നോൺ ടെലിസ്കോപ്പിക് താരിഫും എന്നും ഉള്ള പലർക്കുമുള്ളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ചാർട്ടിൽ കാണുന്നത് തന്നെ ടെലിസ്കോപ്പിക് താരിഫും നോൺ ടെലിസ്കോപ്പിക് താരിഫും കാണുന്നുണ്ട്. അതിൽ ഇത്ര റേഞ്ച് ഓഫ് യൂണിറ്റിന് ഇത്ര രൂപ എന്ന് കാണിച്ചിട്ടുണ്ടല്ലേ. 50 യൂണിറ്റ് വരെ 3 രൂപ 15 പൈസ, 51 തൊട്ട് 100 യൂണിറ്റ് വരെയാണെങ്കിൽ 3 രൂപ 70 പൈസ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. നോൺ ടെലിസ്കോപ്പിക് ആണെങ്കിൽ 300 യൂണിറ്റ് വരെ 5 രൂപ 80 പൈസ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു യൂണിറ്റ് കൺസപ്ഷൻ എടുത്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുക നമ്മുടെ വീട്ടിലെ കൺസംഷൻ 2 മാസത്തെ കൺസംഷൻ നമുക്ക് 500 യൂണിറ്റ് ആണെന്ന് വെക്കുക. ഓക്കെ, 500 യൂണിറ്റ് ആണെന്ന് 2 മാസത്തെ നമ്മുടെ കൺസംഷൻ. KSEBിയുടെ താരിഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, KSEB താരിഫ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് പെർ മന്തും, പക്ഷേ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ റീഡിംഗ് എടുക്കാൻ വരുന്നത് 2 മാസം കൂടുമ്പോഴുമാണ്. അല്ലേ, ബൈ മന്ത്ലിയാണ് റീഡിംഗ് എടുക്കാൻ വരുന്നത്, പക്ഷേ താരിഫ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് 1 മന്തിലുമാണ്. മന്ത്ലി ബേസിസിലാണ് താരിഫ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്, പക്ഷേ റീഡിംഗ് എടുക്കാൻ വരുന്നത് ബൈ മന്ത്ലി ആയിരിക്കും. പക്ഷേ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൽ തന്നെ വേറൊരു വിഭാഗത്തിന് അവർ മന്ത്ലി എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പവർ പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റ്, ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് ഒക്കെ ഫിക്സ് ചെയ്ത കസ്റ്റമേഴ്സിന് അവർ മന്ത്ലി ബില്ല് എടുക്കാൻ വരുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനൊക്കെ അവർ മന്ത്ലി ബില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമലായിട്ടുള്ള ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് അവർ ബൈ മന്ത്ലിയാണ് ബില്ല് എടുക്കാൻ വരുന്നത്. അതായത് 2 മാസം കൂടുമ്പോഴാണ് ബില്ല് എടുക്കാൻ വരുന്നത്. അപ്പോൾ 2 മാസത്തെ നമ്മുടെ എനർജി കൺസംഷൻ 500 യൂണിറ്റാണ്. പക്ഷേ നമ്മുടെ താരിഫ് പറഞ്ഞേക്കുന്നത് പെർ മന്ത് കൺസംഷനാണ്. അപ്പോൾ ഇവരെന്തോ ചെയ്യുന്നത് വെച്ചാൽ ഈ 500 യൂണിറ്റിനെ ഒരു മാസം എത്രയാണെന്ന് നോക്കും. ഓക്കെ, നമ്മുടെ 500 യൂണിറ്റ് നമ്മൾ ബൈ മന്ത്ലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി കൺസംഷൻ 250 യൂണിറ്റാണ്. ഓക്കെ, അപ്പം മന്ത്ലി കൺസംഷൻ 250 യൂണിറ്റ് വരെ നമ്മുടെ താരിഫ് എന്തുമായിരിക്കും? ടെലിസ്കോപ്പിക് താരിഫാണ്. അപ്പോൾ ഈ ടെലിസ്കോപ്പിക് താരിഫിൽ നമ്മൾ ഒറ്റയടിക്ക് 250 യൂണിറ്റിന് ചാർജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ താരിഫിൻ്റെ സ്ലാബ് കണ്ടോ, 0 to 50 ഇത്ര, 51 to 100 ഇത്ര, 101 to 150 ഇത്ര, അങ്ങനെയാണ്. അപ്പോൾ 250 യൂണിറ്റിനെ പല ഗഡുക്കളായിട്ട് മാറ്റി അതിനെല്ലാം ഓരോരോ ചാർജസ് ആണ് ഈടാക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 250 യൂണിറ്റ് ആണെങ്കിൽ നമ്മുടെ മന്ത്ലി എനർജി ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇത് ടെലിസ്കോപ്പിക് താരിഫിൽ വരുന്നത് കാരണമായിട്ട് ആദ്യത്തെ 50 യൂണിറ്റിന് 3 രൂപ 15 പൈസ വെച്ച് നമുക്ക് ആദ്യത്തെ 50 യൂണിറ്റ് 157 രൂപ 50 പൈസ ആവും. പിന്നെയുള്ള 50 യൂണിറ്റിന് 3 രൂപ 70 പൈസ വെച്ചും, അടുത്തുള്ള 50 യൂണിറ്റിന് 4 രൂപ 80 പൈസ വെച്ചും, അടുത്ത 50 യൂണിറ്റിന് 6 രൂപ 40 പൈസ വെച്ചും, അടുത്ത 50 യൂണിറ്റിന് 7 രൂപ 60 പൈസ വെച്ചും, അങ്ങനെ നമ്മുടെ 250 യൂണിറ്റിനെ 50 യൂണിറ്റിൻ്റെ 5 ഗഡുക്കളായിട്ട് മാറ്റി ഓരോ ഘട്ടത്തിനും അല്ലെങ്കിൽ ഓരോ ഗഡുവിനും ഇത്ര ചാർജ്, അല്ല ഓരോ സെക്ഷനും ഇത്ര ചാർജ് വെച്ചാണ്, അങ്ങനെയാണ് ടെലിസ്കോപ്പിക് താരിഫ് ബില്ല് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ചാർജ് എത്ര വന്നു? 1282 രൂപ 50 പൈസ. ഇതൊരു മന്ത്ലി എനർജി ചാർജാണ്. നമ്മുടെ ബില്ല് എടുക്കുന്നത് 2 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ അവർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ എനർജി ചാർജ് ഫോർ 2 മന്ത്സ് നമുക്ക് എത്ര കിട്ടും? 2565 രൂപ കിട്ടും. ഇതാണ് നമ്മുടെ 500 യൂണിറ്റ് വരെയുള്ള എനർജി കൺസ്യൂം ചെയ്യുന്നവർക്കുള്ള ബില്ല്. ഓക്കെ, ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. എന്തെന്ന് വെച്ചാൽ 1 യൂണിറ്റ് മതി നമ്മുടെ താരിഫ് മാറാൻ. ഈ 2 മാസം 500 യൂണിറ്റ് ഉപയോഗിച്ച അയാൾ 501 യൂണിറ്റാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കുക. നമ്മുടെ ടോട്ടൽ കൺസംഷൻ 2 മാസം കൂടി 501 യൂണിറ്റ് ആണെങ്കിൽ നമ്മുടെ മന്ത്ലി കൺസംഷൻ 250.5 യൂണിറ്റ്, അതായത് 250 യൂണിറ്റ് കടന്നു. 250 യൂണിറ്റ് കടന്നു കഴിഞ്ഞാൽ എവിടെ വരും? നമ്മളവിടെ നോൺ ടെലിസ്കോപ്പിക് താരിഫിൽ വരും. അപ്പോഴാണ് ഭയങ്കര വ്യത്യാസം വരുന്നത്. നോൺ ടെലിസ്കോപ്പിക് താരിഫിൽ നോക്കിയേ പല സെക്ഷനായിട്ടുള്ള ചാർജസ് അല്ല, മൊത്തത്തിനും കൂടെ ഒറ്റ ചാർജാണ്. 300 യൂണിറ്റ് വരെ നീ എത്ര ഉപയോഗിച്ചു? നീ 300 യൂണിറ്റ് വരെ 251 യൂണിറ്റ് ഉപയോഗിച്ചാലും 299 യൂണിറ്റ് ഉപയോഗിച്ചാലും ഓരോ യൂണിറ്റിനും 5 രൂപ 80 പൈസ വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മന്ത്ലി ചാർജ് എത്ര വരും? 250.5 യൂണിറ്റ് ഉപയോഗിച്ച ആൾ 5 രൂപ 80 പൈസ വെച്ച് 1452 രൂപ 90 പൈസ കൊടുക്കണം, അല്ലേ? അപ്പോൾ നമ്മുടെ ടോട്ടൽ ചാർജ് അപ്പോൾ എത്ര വരും? 2 മാസത്തേക്ക് 1452.9 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2905 രൂപ 80 പൈസ. ഈ 1 യൂണിറ്റ് മാറിയപ്പോൾ അവൻ നോൺ ടെലിസ്കോപ്പിൽ നിന്ന് നോൺ ടെലിസ്കോപ്പിലോട്ട് മാറി. അപ്പോൾ എവിടെ വ്യത്യാസം എന്താണെന്ന് നോക്കിയേ. 500 യൂണിറ്റ് വരെ ടോട്ടൽ കൺസംഷൻ 500 യൂണിറ്റ് വരെയാണെങ്കിൽ ടെലിസ്കോപ്പിക് താരിഫും, 501 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ
നോൺ ടെലിസ്കോപ്പിക് താരിഫോ. അപ്പോൾ പൈസയിൽ എത്ര വ്യത്യാസം വന്നു, നമ്മുടെ ബിൽ എമൗണ്ടിൽ എത്ര വ്യത്യാസം വന്നു? 500 യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്ത ഒരാൾ 2565 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 1 യൂണിറ്റ് കൂടുതൽ ഉപയോഗിച്ചത് കാരണമായിട്ട് നോൺ ടെലിസ്കോപ്പിക് താരിഫിൽ ആ കസ്റ്റമർ കൊടുക്കേണ്ടി വരുന്നത് 2905 രൂപ 80 പൈസ. അതായത് നമ്മൾ അഡീഷണലായിട്ട് 1 യൂണിറ്റ് മാറി നമ്മൾ നോൺ ടെലിസ്കോപ്പിക് താരിഫിലോട്ട് മാറിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് 340 രൂപ 80 പൈസയാണ്. ഓക്കെ, അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പെട്ടെന്നുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡിഫറൻസ് നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ, എന്ത് ചെയ്യണം? നമുക്കറിയാം 60 ദിവസം കൂടുമ്പോഴാണ് KSEB ബില്ലെടുക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 50 ദിവസം അല്ലെങ്കിൽ 55 ദിവസം ആകുമ്പോഴത്തൊട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മീറ്റർ റീഡിങ് നമ്മൾ തന്നെ ഒന്ന് കണക്കൂട്ടി വെക്കുക. മുൻകൂട്ടി നമ്മളൊന്ന് പോയി നോക്കുക, നമ്മൾ ടെലിസ്കോപ്പിക്കിലാണോ കിടക്കുന്നത്. ടെലിസ്കോപ്പിക്കിലാണെങ്കിൽ ഇനി എത്ര യൂണിറ്റും കൂടെ കൺസ്യൂം ചെയ്താൽ നോൺ ടെലിസ്കോപ്പിലോട്ട് മാറും എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഈ അവസാനം വരുന്ന കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അനാവശ്യ ചിലവുകൾ അല്ലെങ്കിൽ അനാവശ്യ എനർജി കൺസപ്ഷൻ ഒഴിവാക്കുക. അതായത് നമ്മൾ ഈ ലാസ്റ്റ് 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 5 ദിവസങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ എനർജി, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പണികൾ, ഇലക്ട്രിക് ഹെവി ഉപയോഗം വരുന്ന എന്തെങ്കിലും പണികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹെവി മെഷീനറീസ് വെച്ചുള്ള എന്തെങ്കിലും പണികൾ ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു 10 ദിവസത്തേക്ക് മാറ്റി വെക്കുക. അതല്ല, തുണികളൊക്കെ തേക്കാൻ അവസാനത്തെ 5 ദിവസത്തിൽ നമുക്ക് ഒത്തിരി തുണികൾ ഒന്നിച്ചെടുത്ത് തേക്കുക. അത് ആവശ്യമുള്ള തുണികൾ മാത്രം തേക്കുക. അങ്ങനെ ഹൈ എനർജി കൺസ്യൂം ചെയ്യുക, ഹൈ പവർ കൺസ്യൂം ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം ആ ഒരു 5 ദിവസങ്ങളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എനർജി ചാർജസ് അല്ലെങ്കിൽ നമ്മുടെ കൺസംഷനെ ടെലിസ്കോപ്പിക്കിൻ്റെ അകത്ത് തന്നെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജി ചാർജസ് കുറഞ്ഞു നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് നോക്കിയിട്ട് നമ്മുടെ അടുത്ത ബില്ലിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് നോക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, അതിനുള്ള റിപ്ലൈസ് നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ.